നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഹനത്തിൽ വരുന്ന ഫ്യൂൽ ഫ്ലോട്ട് കംപ്ലൈൻറ്റ് വരുവാനായിട്ടുള്ള പ്രധാന സാഹചര്യത്തെക്കുറിച്ചാണ്. ഇത് ലൈലാൻഡ് സ്റ്റാർ ഷൈൻ ബസ്സിൽ വരുന്ന ഒരു ഡീസൽ ഫ്ലോട്ടാണ്. നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ യാതൊരു രീതിയിലുള്ള കംപ്ലൈൻറ്റും പെട്ടെന്ന് അറിയുവാനായിട്ട് സാധിക്കില്ല. എന്നാൽ പോലും ഇത് കംപ്ലൈൻറ്റ് വരുവാനായിട്ടുള്ള പ്രധാന ഘടകങ്ങളെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള രീതിയിൽ ഡീസൽ മെയിൻറ്റെയിൻ ചെയ്യാതെ ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡീസൽ ഇറക്കുന്ന സമയത്ത്, ഡീസലാണെങ്കിലും പെട്രോൾ ആണെങ്കിലും ഫില്ല് ചെയ്യുന്ന സമയത്ത് കമ്പനിയിൽ നിന്ന് നേരിട്ട് ടാങ്കറിൽ കൊണ്ടുവന്ന് പമ്പിൽ ടാങ്കിലോട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് പഴയ കരടും വണ്ടലും എല്ലാം അതിൻ്റെ കൂടെ കലങ്ങി കയറി വരുമ്പോൾ നമ്മൾ ആ സമയത്ത് ഡീസലാണെങ്കിലും പെട്രോൾ ആണെങ്കിലും നമ്മുടെ വാഹനത്തിലോട്ട് നിറയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു പൊടിയും അഴുക്കും എല്ലാം കൂടി ഇതിലോട്ട് കയറുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഡീസൽ ടാങ്കിനുള്ളിൽ വരുന്ന തുരുമ്പ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലെ പൊടി, അതായത് ഫ്യൂൽ നിറയ്ക്കുന്ന സമയത്ത് അതിൽ നിന്ന് കലങ്ങി കയറി വരുന്ന പൊടിയും വണ്ടലും ഫ്ലോട്ടിനെ തകരാറിലാക്കാം. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ലോ ലെവൽ ഡീസലാണെങ്കിലും പെട്രോൾ ആണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് വിടുന്ന വാഹനങ്ങൾക്കാണ് ഇത് കംപ്ലൈൻറ്റ് വരുവാനായിട്ടുള്ള സാധ്യത ഉള്ളത്. ഇതിൽ വരുന്ന ഫിൽറ്ററിൻ്റെ ഭാഗത്ത് പൊടി അടിഞ്ഞിട്ടാണ് ഈ ഒരു പാർട്സ് തകരാറിലാവുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പാർട്സ് റിപ്പയർ ചെയ്തിടുവാനായിട്ട് സാധിക്കില്ല. അതിനാൽ ഈ ഒരു പാർട്സ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ പരമാവധി റീപ്ലേസിങ് അല്ലാതെ മറ്റു മാർഗമില്ല. ചില വാഹനത്തിന് ഈ ഒരു പാർട്സ് നിലവിൽ പെട്ടെന്ന് കിട്ടുവാനായിട്ടുള്ള സാധ്യത കുറവാണ്. ഇങ്ങനെ ഒരു പാർട്സ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ കമ്പനിയിൽ ബുക്ക് ചെയ്ത് അത് വരുവാനായിട്ട് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കൂടാതെ പഴയ വാഹനങ്ങളിലെ പാർട്സിൻ്റെ ലഭ്യത കുറവ്. പഴയ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഗുഡ്സ് ആണെങ്കിലും പാസഞ്ചർ വാഹനമാണെങ്കിലും പരമാവധി നിങ്ങളുടെ വാഹനത്തിൽ എപ്പോഴും ഒരു 1/4 ടാങ്കിന് മുകളിൽ ഡീസലും പെട്രോളും മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡീസലാണെങ്കിലും പെട്രോൾ ആണെങ്കിലും നിറയ്ക്കുന്ന സമയത്ത് ടാങ്കറിൽ നിന്ന് ഡീസൽ പമ്പിലെ ടാങ്കിലോട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് പരമാവധി അടിക്കാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൂടാതെ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, വളരെ കുറഞ്ഞ അളവിൽ ഡീസലാണെങ്കിലും പെട്രോൾ ആണെങ്കിലും നിറച്ച് ഓടാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഓടുന്ന സമയത്തും ഇതുപോലെ വണ്ടലും തുരുമ്പുമെല്ലാം വന്ന് ഇതിൻ്റെ ഫിൽറ്ററിൽ അടഞ്ഞിട്ട് അതിൻ്റേതായ തകരാറ് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കണം.